എന്താണ് വെർച്വൽ ഓട്ടിസം എന്ന് പറയുന്നത്? അതിപ്പോൾ ഒരു ഫാൻസി വേർഡായിട്ട് മാറിയിരിക്കുക. അങ്ങനെ ഒരു സംഭവം ഉണ്ടോ? അങ്ങനെ ഒരു ഡയഗ്നോസിസ് ഇല്ല. നമ്മൾ അങ്ങനെ ഒരു ക്രൈറ്റീരിയ ഡയഗ്നോസിസ് DSM-ൽ ഇല്ല. WHO പോലും പറഞ്ഞു. പക്ഷേ അതെന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പം ഈ ഒരു സ്ക്രീനിൻ്റെ അഡിക്ഷൻ കൂടിയത് കൊണ്ട് ഒരു അതായത് വെർച്വൽ ഓട്ടിസം നമുക്ക് ക്യൂർ ചെയ്യാൻ പറ്റും. കാരണം സ്ക്രീൻ കുറച്ച് വരുമ്പം ഇവരുടെ ലാംഗ്വേജും കമ്മ്യൂണിക്കേഷൻ ഇൻട്രാക്ഷൻ എല്ലാം കൂടും. അതായത് കുട്ടികൾ സ്ക്രീനിന് അഡിക്റ്റ് ആയിട്ട് ഈ സോഷ്യലൈസ് ചെയ്യുന്നത് കുറയുമ്പോൾ സംഭവിക്കുന്ന ഒരു അവസ്ഥയാണോ ഈ അതായത് ഓട്ടിസത്തിന്റെ എല്ലാ സിംറ്റംസും കുറെ കാണിക്കും. അതായത് ഇപ്പം 2.5-3 വയസ്സ് വരെ ഒരു കുഴപ്പമില്ല കുട്ടി, ഇവന് ഒരു 8-10 മണിക്കൂറൊക്കെ മൊബൈൽ കാണുന്ന കുട്ടികൾ. അപ്പം അത്രയും കണ്ടു കഴിയുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവന് ദേഷ്യം വരും, അരിശം വരും. ഇതെടുത്ത് മാറ്റി അപ്പം അവന് വാശി കാണിക്കും, ഇവൻ്റെ സംസാരം പുറകോട്ട് പോകും, മറ്റാൾക്കാരോട് മിങ്കിൾ ചെയ്യത്തില്ല, ഇവന് കളിക്കാൻ താല്പര്യമില്ല. അങ്ങനെയൊക്കെ വരുമ്പം ഒരു ഓട്ടിസത്തിൻ്റെ കുറേ സിംറ്റം കാണിക്കും. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. പക്ഷേ അതിനും അവർക്കും ഇപ്പോൾ തെറപ്പി ഇല്ലാതെ പറ്റത്തില്ല. കാരണം ഗ്യാപ്പ് വന്നു, ഒരു 6 മാസം 1 വർഷത്തെ ഡിലേ ഉണ്ടായി കഴിഞ്ഞാൽ ആ കുട്ടിക്ക് പേരൻറ്റിനെ കൊണ്ട് തന്നെ അവൻ്റെ മൈൽ സ്റ്റോൺസിനെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോഴും ഈ പ്രൊഫഷണൽ സപ്പോർട്ട് വേണം. അപ്പോൾ നമ്മൾ പിന്നെയും പൈസ കൊടുത്ത് പേരൻസ് പോവാം. അപ്പോൾ അപ്പോൾ എന്താ വെച്ചാൽ ഈ വെർച്വൽ ഓട്ടിസം ഇപ്പോൾ ഒരു പ്രശ്നം വന്നേക്കുന്നത് വെച്ചാൽ ശരിക്കുള്ള ഓട്ടിസത്തിനെ ചിലർ വെർച്വൽ ഓട്ടിസം ഡയഗ്നോസ് ചെയ്യുന്നുണ്ട്. അതായത് ചില പേരൻസും അങ്ങനെ ലാഘവത്തോടെ എടുക്കുന്നുണ്ട്. ഞാൻ എന്നാളൊരു വെബിനാറിൽ പങ്കെടുത്തു. അപ്പോൾ ഒരു UAE എന്നുള്ളൊരു പേരൻസാണ്. അപ്പോൾ കുറച്ച് പേരൻസ് പറഞ്ഞു വന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ശരിക്കുള്ള ഓട്ടിസമാണ്. പക്ഷേ അവരത് വെർച്വൽ ഓട്ടിസം പറയുമ്പോൾ പിന്നെ കുഴപ്പമില്ല. അപ്പോൾ ആ ഒരു സ്റ്റിഗ്മ ഇല്ല. എൻ്റെ കുട്ടിക്ക് വെർച്വൽ ഓട്ടിസമാണ്, അതൊരു ഫാൻസി വേർഡായിട്ട് മാറിയിരിക്കുക. പക്ഷേ അതിനെ കറക്റ്റായിട്ട് ഡിഫറൻഷ്യൽ ഡയഗ്നോസ് ചെയ്യാതെ പോയാൽ അതും പ്രോബ്ലമാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ കുട്ടികളെ പാരൻസ് തന്നെയാണ് ഒരു പരിധി വരെ മൊബൈൽ കൊടുത്തും TV കൊടുത്തും അഡിക്റ്റ് ആകുന്നത്. കാരണം പാരൻസ് ബിസി ആവുന്നു. അപ്പോൾ കുട്ടികളെ അവർ അവിടെ അലമ്പാക്കാതിരിക്കാൻ വേണ്ടി ഫോൺ കൊടുത്തു കഴിഞ്ഞാൽ അവൻ ഇരുന്നോളുമല്ലോ, ഒരു സ്ഥലത്ത് ഇരുന്നോളുമല്ലോ എന്നുള്ള രീതിയിൽ കൊടുക്കുന്ന ഇപ്പോഴത്തെ കാലത്ത് നമുക്കത് വേണം. കാരണം അതില്ലെങ്കിൽ അത് പ്രോബ്ലം. പക്ഷെ അതൊരു നമ്മുടെ കൺട്രോളിലിരിക്കണം. ഇപ്പം അറ്റ് ദ സെയിം ടൈം ഇപ്പം എൻ്റെ മകന് ഇപ്പം അവിടെ ചെറുപ്പത്തിൽ അങ്ങനെ ഫോൺ കൊടുത്ത് അങ്ങനെ വലിയ ശീലമില്ലായിരുന്നു. പക്ഷെ ഭക്ഷണം കഴിക്കുമ്പോൾ കൊടുക്കുമായിരുന്നു. ഇപ്പം അത് നിർത്തിച്ചു ഞങ്ങൾ. അത് ഭക്ഷണം കഴിക്കുമ്പോൾ ഫോൺ ഇല്ലാണ്ട് കഴിക്കാത്ത കുട്ടികളൊക്കെ ഉണ്ട്. എൻ്റെ മോനും ചില സമയത്ത് കഴിക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് ഞങ്ങൾ നിർത്തിച്ചു. ഭക്ഷണം കഴിക്കുമ്പം ഇരുന്ന് കഴിക്കും. പിന്നെ TV കാണും. അവനൊരു TV കാണുന്ന ഒരു ടൈം ഫിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആ സമയത്ത് അവരിരുന്ന് TV കാണും. ഈ പറഞ്ഞ പോലെ ചില സമയത്ത് അതൊരു അഡിക്ഷനായി വരുന്നു എന്ന് തോന്നിയപ്പോൾ ഞങ്ങളത് സ്ക്രീൻ ടൈം കുറച്ചു. കാരണം TV കണ്ടുകൊണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, കളിക്കാൻ അന്നേരം കുറയും. അപ്പോൾ അവർ കളിക്കണമല്ലോ, അവർ കളിക്കുമ്പോഴാണല്ലോ അവർ കൂടുതലായിട്ട് മൾട്ടിപ്പിൾ സെൻസ് പല കാര്യങ്ങൾ അവർ പ്രോഗ്രസ് ചെയ്യുന്നത്. അപ്പം ശരിക്കും ഈ TV കാണുന്നതിലും നല്ലൊരു കാര്യമുണ്ട്. കാരണം അവരുടെ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യുന്നു, നമ്മൾ അറിയാത്ത കാര്യങ്ങളൊക്കെ അവർ സംസാരിച്ചു തുടങ്ങുന്നു, നമ്മൾ പല കാര്യങ്ങൾ അവർ അതിനകത്ത് കാണുന്ന കാര്യങ്ങൾ അവർ പഠിക്കുന്നു. അതും എന്ത് കാണിക്കണം എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്ത് കാണിച്ചു കൊടുക്കുക. അല്ല, ഇപ്പം TV കാണിച്ചില്ല കുഴപ്പമെന്ന് അറിയോ? ഇവൻ സ്കൂളിൽ പോകുമ്പോൾ ഇവന്റെ കൂട്ടുകാരെല്ലാം ഡിസ്കസ് ചെയ്യുന്ന മനസ്സിലായി പോകും. TV മൊബൈലിൽ പേരന്റ് കൺട്രോളിൽ ഇപ്പം നമ്മളിപ്പോൾ TV 1 മണിക്കൂർ സമയം കൊടുത്തു. ഈ 1 മണിക്കൂർ കഴിയുമ്പോൾ നമ്മൾ നിർത്തുമ്പോൾ ഇവന് അടുത്ത ആക്ടിവിറ്റി ഉണ്ടാകണം. അതായത് ഇതൊരു ഹൈലി, ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ബിരിയാണി കഴിച്ചിട്ട് ചോറ് കഴിക്കാൻ പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ് അല്ലേ? ഇപ്പോൾ ഹൈലി റീഇൻഫോഴ്സിങ് ആയിട്ടുള്ള കാര്യം കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളതിനെ കട്ട് ചെയ്യുമ്പോൾ പേരൻറ്റ് ക്രിയേറ്റീവ് ആയിരിക്കണം. പേരൻറ്റ് ക്രിയേറ്റീവായിട്ട് എന്നാൽ നമുക്ക് സൈക്കിൾ ഓട്ടാൻ പോകാം, അല്ലെ നമുക്ക് സ്കൂട്ടർ ബോർഡ് ചെയ്യാൻ പോകാം, അല്ലെ സ്വിമ്മിംഗ് പൂളിലേക്ക് പോകാമെന്ന് പറയുകയാണെങ്കിൽ അവൻ ഇൻട്രസ്റ്റ് കാണിക്കും. പക്ഷേ ഈ മൊബൈൽ കാണിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നതിനെ നമ്മൾ തീർച്ചയായിട്ടും എൻകറേജ് ചെയ്യാൻ പാടില്ല. കാരണം എന്താ വെച്ചാൽ ഇവനെന്താ കഴിക്കുന്നത് ശ്രദ്ധിക്കത്തില്ല. പിന്നെ ഇവൻ കഴിക്കുന്നതിൻ്റെ ഇൻപുട്ട് ഡിഫറെൻ്റ് ആയിരിക്കും. പിന്നെ അതൊരു ബിഹേവിയറായിട്ട് മാറും, ഇൻട്രാക്ഷൻ കുറയും. അപ്പോൾ TV കണ്ട ശേഷം ഭക്ഷണം കഴിച്ച ശേഷം നമുക്ക് മൊബൈൽ കൊടുക്കാം. പക്ഷെ മൊബൈൽ തീർത്ത് നമുക്ക് എക്സസീവ് സ്ക്രീൻ ടൈം കാരണം കുട്ടികളിൽ എന്തൊക്കെ തരത്തിലുള്ള ദോഷങ്ങളാണ് ഉണ്ടാവുന്നത്? ഒന്ന് ബിഹേവിയർ ചേഞ്ചസ്. ഒന്ന് നമ്മൾ മാറ്റമുണ്ടാവാൻ ദേഷ്യരിശം. രണ്ടാമത് അവരുടെ ലാംഗ്വേജ്. അത് ഞാൻ ചിലപ്പോൾ ഇവിടെ കണ്ടിട്ടുണ്ട്. ഇവര് അമ്മയ്ക്ക് സീരിയലാണെന്ന് പറഞ്ഞു വരുമ്പോഴത്തേക്കും ഇവർ യുദ്ധമായിരിക്കും. പിന്നെ ഇവിടെ പിന്നെ വയലന്റ് ആവും. അത് ബിഹേവിയർ മെയിനായിട്ട് ഉണ്ടാവും. പിന്നെ വെച്ചാൽ പുറത്തേക്ക് കളിക്കാനുള്ള താല്പര്യം കുറയും. പിന്നെ അവരുടെ ആ ഒരു ലാംഗ്വേജ് കമ്മ്യൂണിക്കേഷന് സോഷ്യലൈസേഷനൊക്കെ കുറയാൻ ചാൻസസ് കൂടുതലാണ്. നമുക്ക് സ്ക്രീൻ ടൈം കൊടുക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. പക്ഷെ അതിനെ റെസ്ട്രിക്റ്റ് ചെയ്യേണ്ട നമുക്കതിനൊരു ടൈം ഷെഡ്യൂൾ ചെയ്യുക. സ്ക്രീൻ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ കുട്ടിക്ക് അതിനെ കഴിഞ്ഞും റീഇൻഫോഴ്സിങ് ആയിട്ടുള്ള ആക്ടിവിറ്റി പ്ലാൻ ചെയ്യുക. പിന്നെ അവനെ നമ്മൾ കുറയ്ക്കുന്നതിനൊട്ട് ഒരു ടൈം നമുക്കൊരു 1 മണിക്കൂർ ആകുന്നതിന് മുമ്പ് ഒരു അലർട്ട് കൊടുക്കുക, ഇപ്പോൾ തീരാൻ പോവാണ്, 10 മിനിറ്റ് സമയമുള്ളൂ. അങ്ങനെ പറഞ്ഞ് അവനെ റീഇൻഫോഴ്സ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. നമ്മളെപ്പോഴും കുട്ടികൾ എപ്പോഴും ആഗ്രഹിക്കുന്നത് എന്താ വെച്ചാൽ അവർക്ക് എപ്പോഴും റിവാർഡ്സ് വേണം, അവനെ പ്രോത്സാഹിപ്പിക്കണം.
പക്ഷേ ചില പേരൻസ് എപ്പോഴും നെഗറ്റീവായിട്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ, അതെ. അപ്പോൾ അത് കുറച്ചാൽ തന്നെ ഇവർക്ക് ഇപ്പോൾ നമ്മളൊരു കുട്ടി ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ ഞാൻ എൻ്റെ മോൻ്റെ ഉദാഹരണം പറയാം. അവൻ സ്കൂളിൽ എന്നോടൊരു ദിവസം അവൻ്റെ ട്യൂഷൻ ടീച്ചർ പറഞ്ഞു അടുത്ത ആഴ്ച അവന് ഓപ്പൺ ഹൗസ് ഉണ്ട്, അവൻ കുറച്ച് ടെൻഷനാന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു നോക്കാം കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അപ്പോൾ വൈഫിനോട് പറഞ്ഞു നമുക്ക് രണ്ടുപേർക്കും പോവാം. അപ്പോൾ ഞാൻ പറഞ്ഞു എന്താ അല്ല പോവുകയാണെങ്കിൽ ക്ലാസ് ടീച്ചറെ മാത്രം കണ്ടാൽ മതി എന്ന് പറഞ്ഞു. ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ പോയി കണ്ടാക്കാം. അപ്പോൾ ക്ലാസ് ടീച്ചറെ കണ്ടപ്പോൾ ഞാൻ ചെന്നപ്പോഴേ പറഞ്ഞു ഇവൻ വെൽ ബിഹേവ്ഡ് ആണ്, ഇവനിപ്പം ടി വിയൊക്കെ അധികം കാണത്തൊന്നുമില്ല, മൊബൈലൊക്കെയാണ് ഞങ്ങൾ പറയുമ്പോൾ തന്നെ അവൻ സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്, അവന് കളിക്കാൻ താല്പര്യമുണ്ട് എന്നൊക്കെ പറഞ്ഞു. ഇത് ഞാനങ്ങ് പറഞ്ഞപ്പോൾ തന്നെ ടീച്ചർ പറഞ്ഞു അവൻ ഭയങ്കര ലവബിളാണ്, അവൻ കുട്ടികളൊക്കെ ആയിട്ട് ഭയങ്കര നല്ല ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ പോസിറ്റീവായിട്ട് അപ്പോൾ അവനോട് അവൻ പറഞ്ഞു അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം ബാക്കി ടീച്ചേഴ്സിനെ ഇപ്പോൾ കാണാമെന്ന് പറഞ്ഞു. അപ്പം ക്ലാസ് ടീച്ചറെ മാത്രം കാണാൻ പോയി പറഞ്ഞിരിക്കുന്ന ആളാണ് എല്ലാ ടീച്ചറെയും കാണിച്ചു വന്നത്. അപ്പോൾ നമ്മളെപ്പോഴും ടീച്ചേഴ്സിന് മുമ്പിലാണെങ്കിലും അല്ലെങ്കിൽ വീട്ടിലൊരു ഗസ്റ്റ് വരുവാണെങ്കിൽ തന്നെ നമ്മളെപ്പോഴും ഇവരുടെ പോസിറ്റീവ് പറയാവുള്ളൂ. ഇവരുടെ നെഗറ്റീവ് പറഞ്ഞാൽ അവന് ഇമ്പ്രഷൻ പോകും. ഓക്കെ.